തിരുവനന്തപുരം നെടുമങ്ങാട്ട് എഞ്ചിനീയറിംഗ് കോളേജ് ഉടമ മുഹമ്മദ് അബ്ദുൽ അസീസിന്റെ ആത്മഹത്യയിൽ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. കടബാധ്യതയുണ്ടെന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും എന്നാണ് കുറിപ്പിൽ പരാമർശം. ഇന്നലെ നെടുമങ്ങാട് PSC എഞ്ചിനീയറിംഗ് കോളേജിനുള്ളിലാണ് മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത്. അജീഷ്, എന്താണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്? ഉന്മേഷ്, എന്തായാലും ഇന്നലെയായിരുന്നു ഈ അസീസിൻ്റെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കോളേജിലെ പണിഞ്ഞുകൊണ്ടിരുന്ന ഹാളിനുള്ളിൽ കണ്ടെത്തിയതും. അതിനുശേഷം ഈ കത്തിക്കരിഞ്ഞ മൃതദേഹത്തിന് സമീപത്ത് നിന്നാണ് ഒരു ഫോൺ കണ്ടെത്തിയതും. ഈ ഫോണ് ഈ കോളേജ് ഉടമ മുഹമ്മദ് അസീസിൻ്റെയാണ്, അബ്ദുൽ അസീസിൻ്റേതാണ്. ഈ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് അതിൽ നിന്നൊരു കുറിപ്പ് പോലീസിന് കിട്ടിയത്. ആ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്: കടബാധ്യതയുണ്ട്, വലിയ കടബാധ്യതയുണ്ട്, പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷേ പോലീസ് പറയുന്നത് ഇതിൻ്റെ തലേ ദിവസം തയ്യാറാക്കിയ ഒരു കുറിപ്പൊന്നുമല്ല. അത് മുമ്പോ ദിവസം എഴുതിയ ഒരു കുറിപ്പിൻ്റെ ഒരു ഫോട്ടോ അത് ഫോണിൻ്റെ ഗാലറിയിൽ കണ്ടതാണ്. അദ്ദേഹത്തിന് മുമ്പും ഈ കടബാധ്യത ഉണ്ട്, അല്ലെങ്കിൽ ആത്മഹത്യ മനോഭാവം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ കുറിപ്പ്. എന്തായാലും പോലീസ് ഇപ്പോഴും ഇത് മരിച്ചത് ഈ കോളേജ് ഉടമ മുഹമ്മദ് അബ്ദുൽ അസീസ് ആണെന്ന് ഉറപ്പിക്കുന്നത് ഈ മൊബൈൽ ഫോണും അതേപോലെ തന്നെ ഈ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ ഈ ഹാളിന് പുറത്ത് അദ്ദേഹത്തിൻ്റെ കാറും ഉണ്ടായിരുന്നു. ഈ രണ്ട് കാര്യം കൊണ്ട് മാത്രമല്ല അദ്ദേഹത്തെ കാണാനുമില്ല. അദ്ദേഹത്തെ തലേ ദിവസം ഈ പണം കൊടുത്തവർ കാണാനും എത്തിയിരുന്നു. ഏതായാലും DNA പരിശോധന ഫലം കിട്ടാനുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഔദ്യോഗികമായൊരു സ്ഥിരീകരണം ഉണ്ടാകൂ.